ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ലഞ്ചായിട്ടൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു എഗ് റോളുടെ റെസിപ്പി നോക്കാം. ഇത് നമ്മൾ ഉണ്ടാക്കുന്നത് ചപ്പാത്തിയും മുട്ടയും വെച്ചിട്ടാണ്. ഇത് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്, നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാനും പറ്റും. അപ്പോൾ നമുക്കത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഈ എഗ് റോളിന് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കിയെടുക്കണം. അതായത് ചപ്പാത്തിയിലാണ് നമ്മൾ എഗ് റോൾ ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് ചപ്പാത്തിയുടെ മാവ് ഒന്ന് കുഴച്ചെടുക്കാം. പിന്നെ ഇനി ചപ്പാത്തി നമ്മുടെ കയ്യിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചപ്പാത്തി ഉണ്ടാക്കിയെടുക്കേണ്ട ആവശ്യമില്ല. അത് വെച്ചിട്ട് തന്നെ നമുക്ക് എഗ് റോൾ ഉണ്ടാക്കാം. അപ്പോൾ ഗോതമ്പ് പൊടിയിലാണ് നമ്മൾ ഈ ചപ്പാത്തി ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഒരു കപ്പ് ഗോതമ്പ് പൊടി എടുക്കാം. ഒരു കപ്പ് എന്ന് പറയുമ്പോൾ 250 ml ഒരു കപ്പിന് ഒരു കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഈ ഗോതമ്പ് പൊടിക്ക് പകരമായിട്ട് നമുക്ക് മൈദ വെച്ചിട്ടും ഈ ചപ്പാത്തി ഉണ്ടാക്കിയെടുക്കാം. ഇനി നമുക്കതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. അതിനുശേഷം 1 ടീസ്പൂൺ എണ്ണ കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ചായിട്ട് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് സാധാരണ നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴച്ചെടുക്കുന്ന മാതിരി തന്നെ നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കാം. ഇപ്പം നമ്മുടെ ചപ്പാത്തിക്കുള്ള മാവ് റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു 20 മിനിറ്റ് നേരം അടച്ചു വയ്ക്കാം. ആ സമയം കൊണ്ട് നമുക്ക് എഗ് റോളിൽ ഫില്ല് ചെയ്യാനായിട്ടുള്ള കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ എടുക്കാം. അപ്പോൾ നമ്മൾ സാധാരണ സാലഡിന് വേണ്ടി എടുക്കുന്ന എല്ലാ വെജിറ്റബിൾസും ഇതിനായിട്ട് എടുക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ഒരു മീഡിയം സൈസുള്ള സവാളയുടെ ഒരു ചെറിയ ഭാഗം ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തിട്ട് അതെടുക്കാം. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് ക്യാരറ്റാണ്. ക്യാരറ്റ് അതേപോലെ തന്നെ മീഡിയം സൈസുള്ള ഒരു ക്യാരറ്റ് പകുതിയോളം എടുത്തിട്ടുണ്ട്. അതും നീളത്തിൽ കട്ട് ചെയ്തിട്ടാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഇനി നമുക്ക് ഈ ക്യാരറ്റ് കട്ട് ചെയ്ത് ചേർക്കുന്നതിന് പകരമായിട്ട് ഗ്രേറ്റ് ചെയ്ത് ചേർക്കാനാണ് ഇഷ്ടമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചേർത്ത് കൊടുക്കാം. പിന്നെ എടുത്തിട്ടുള്ളത് ക്യാബേജാണ്. ക്യാബേജ് ഒരു 2 ടേബിൾ സ്പൂണോളം വരും. അത് നീളത്തിൽ കട്ട് ചെയ്തിട്ട് തന്നെ എടുക്കാം. പിന്നെ അതുകൂടാതെ നമുക്ക് തക്കാളി എടുക്കാം, അതുപോലെ കുക്കുംബർ, ക്യാപ്സിക്കം, അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള ഏത് തരത്തിലുള്ള വെജിറ്റബിൾസും നമുക്കതിനായിട്ട് എടുക്കാം. അപ്പോൾ നമ്മൾ കുട്ടികൾക്കൊക്കെ അത് കൊടുത്തയക്കുന്ന സമയത്ത് വെജിറ്റബിൾസ് കഴിക്കാൻ പൊതുവെ അവർക്ക് നല്ല മടിയാവും. അപ്പോൾ അങ്ങനെ ചപ്പാത്തിയിലൊക്കെ റോൾ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവരറിയാതെ തന്നെ കഴിച്ചോളും. ഇനി നമുക്കതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കാം. പിന്നെ ഇതിൽ സവാളയുടെ ആ റോ ടേസ്റ്റ് ഒന്ന് മാറാനും ഒരു ചെറിയൊരു പുളിപ്പിന് വേണ്ടിയിട്ട് നമുക്ക് 1 ടീസ്പൂണോളം നാരങ്ങനീര് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് മാറ്റി വയ്ക്കാം. ഇനി അടുത്തായിട്ട് നമുക്ക് ഈ എഗ് റോൾ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള മുട്ടയൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിവിടെ 3 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. 3 ചപ്പാത്തിയിൽ 3 മുട്ട അങ്ങനെയാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് ഇനി വേണമെന്നുണ്ടെങ്കിൽ ഒരു ചപ്പാത്തിയിൽ 2 മുട്ട വെച്ചിട്ടും ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാം. ഇനി നമുക്കതിലൊരു 2 നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇതുപോലെ ഒരു സ്പൂണോ ഫോർക്കോ വെച്ചിട്ട് ബീറ്റ് ചെയ്തെടുത്താൽ മതി. ഇനി നമുക്കത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള മാവ് നന്നായിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്തതിന് ശേഷം ഇതൊന്ന് പരത്തിയെടുക്കാം. അപ്പോൾ നമ്മളിവിടെ ഉണ്ടാക്കുന്ന 3 എഗ് റോളാണ്. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ഈ മാവ് കൊണ്ട് 3 ചപ്പാത്തിയാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഇനി നമുക്കിത് 3 ഉരുളകളായിട്ട് ഉരുട്ടിയെടുത്തതിന് ശേഷം ഇതൊന്ന് പരത്തിയെടുക്കാം. മാവിൽ കുറച്ച് എണ്ണ തൂവി കൊടുത്തിട്ടാണ് നമ്മളിത് പരത്തിയെടുക്കുന്നത്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഗോതമ്പ് പൊടിയിൽ ഡസ്റ്റ് ചെയ്തിട്ടും ഇത് പരത്തിയെടുക്കാം. ഇതിനി എല്ലാ ഭാഗവും ഒരേ തിക്നെസ്സോട് കൂടിയിട്ട് തന്നെ പരത്താം. ഇപ്പം നമ്മുടെ ആദ്യത്തെ ചപ്പാത്തി ഇവിടെ പരത്തിയെടുത്തിട്ടുണ്ട്. ഇതുപോലെ ഇനി നമുക്ക് ബാക്കിയുള്ള 2 ഉരുളിയും പരത്തിയെടുക്കാം. ഇപ്പം നമ്മളിവിടെ 3 ചപ്പാത്തിയും പരത്തിയെടുത്തു. ഇനി നമുക്കത് ചുട്ടെടുക്കാം. അതിനായിട്ടൊരു പാൻ ചൂടാക്കിയിട്ട് നമുക്കതിലേക്ക് നെയ്യോ ഓയിലോ അല്ലെങ്കിൽ ബട്ടറോ ഒക്കെ ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് ഈ ഓയിൽ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ ഒഴിവാക്കാം. പക്ഷെ അത് കഴിക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റ് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഓയിലൊക്കെ നമ്മൾ ചുട്ടെടുക്കണം. ഇനി നമുക്ക് ചപ്പാത്തി ഇതിലിട്ട് കൊടുത്തിട്ട് സാധാരണ നമ്മൾ ചപ്പാത്തി ചുട്ടെടുക്കുന്ന മാതിരി തന്നെ ചുട്ടെടുക്കാം. ഇത് ഏകദേശം ഒന്ന് കുക്കായി വരുമ്പോൾ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് മറ്റേ സൈഡും ഇതുപോലെ തന്നെ വേവിച്ചെടുക്കാം. ഇനി എണ്ണ ആവശ്യമായിട്ട് വരികയാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മേലെ കുറച്ചും കൂടി എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇപ്പം നമ്മുടെ ആദ്യത്തെ ചപ്പാത്തി റെഡി ആയിട്ടുണ്ട്. ഇനി സെയിം പാനിൽ തന്നെ കുറച്ച് എണ്ണയും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നന്നായി ചൂടായി വരുമ്പോൾ നമ്മൾ നേരത്തെ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള മുട്ടയിൽ നിന്ന് ഒരു ഭാഗം, 3 മുട്ടയാണല്ലോ എടുത്തിട്ടുള്ളത്, ആ 3 മുട്ടയിൽ നിന്ന് ഒരു ഭാഗം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഓംലെറ്റൊക്കെ ഉണ്ടാക്കിയെടുക്കുന്ന മാതിരി നന്നായിട്ടൊന്ന് ചുറ്റിച്ചെടുക്കാം. ഇനി ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് മുട്ടയുടെ അടിഭാഗം ഒന്ന് സെറ്റായി വന്നു കഴിഞ്ഞാൽ
നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ചപ്പാത്തി ഇതിൻ്റെ മേലെ ഇട്ട് കൊടുക്കാം. ചപ്പാത്തി റോൾ ചെയ്തെടുക്കുന്ന സമയത്ത് മുട്ട ചപ്പാത്തിയിൽ നന്നായിട്ട് ഒട്ടിയിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിതുപോലെ മേലെ വെച്ച് കൊടുക്കുന്നത്. ഇനി ഈ മുട്ട നന്നായിട്ട് വെന്ത് വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇനി ഇത് മറിച്ചിട്ടിട്ട് മറ്റേ സൈഡ് ഇതുപോലെ തന്നെ ഒന്ന് വേവിച്ചെടുക്കാം. അധിക സമയം കുക്ക് ചെയ്യേണ്ട, നമ്മൾ ഓൾറെഡി ചപ്പാത്തി വേവിച്ചെടുത്തിട്ടുള്ളതാണ്. കൂടുതൽ സമയം വെച്ച് കഴിഞ്ഞാൽ ചപ്പാത്തി കരിഞ്ഞു പോവും. അപ്പം ഇനി നമുക്കത് പാനിൽ നിന്ന് മാറ്റാം. ഇനി നമുക്ക് ഈ ചപ്പാത്തിയും മുട്ടയും ചൂടോട് കൂടിയിട്ട് തന്നെ വെജിറ്റബിൾസ് വെച്ചിട്ട് റോൾ ചെയ്തെടുക്കാം. ഞാൻ ഈ വെജിറ്റബിൾസിൻ്റെ കൂട്ടത്തിൽ ഒരു പച്ചമുളക് കൂടി അരിഞ്ഞ് ചേർത്തിട്ടുണ്ട്. ഇതിപ്പോൾ കുറച്ച് സ്പൈസി ആയിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഇനി നമ്മളിത് കുട്ടികൾക്കൊക്കെ കൊടുത്തയക്കുകയാണെന്നുണ്ടെങ്കിൽ പച്ചമുളക് ഒഴിവാക്കാം. പിന്നെ നമ്മളിതിൽ കുരുമുളക് പൊടിയും ചേർത്തിട്ടുണ്ടല്ലോ, അപ്പോൾ കുരുമുളക് പൊടിയുടെ അളവും വേണമെന്നുണ്ടെങ്കിൽ കുറയ്ക്കാം. അപ്പോൾ വെജിറ്റബിൾസ് 2-3 ടേബിൾ സ്പൂൺ ഇതുപോലെ വെച്ച് കൊടുക്കാം. പിന്നെ നമുക്ക് ഇതിലേക്ക് സോസ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം നമുക്കൊരു 1/2 ടീസ്പൂൺ ചില്ലി സോസ് ചേർത്ത് കൊടുക്കാം. ഇത് കുറച്ച് സ്പൈസി ആയിട്ടാണ് ഉണ്ടാവുക. അപ്പോൾ കുട്ടികൾക്ക് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചില്ലി സോസ് ഒഴിവാക്കാം. പിന്നെ അതുപോലെ തന്നെ കുറച്ച് ടൊമാറ്റോ സോസും ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് മയോണൈസ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ മയോണൈസും കുറച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇത് നമുക്ക് നല്ല ടൈറ്റ് ആക്കിയിട്ടൊന്ന് റോൾ ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് നല്ല ടൈറ്റായിട്ട് റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് റാപ്പ് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്കൊരു ബട്ടർ പേപ്പർ എടുക്കാം, അല്ലെങ്കിൽ ഒരു അലുമിനിയം ഫോയിൽ ആയാലും കുഴപ്പമില്ല. എന്നിട്ട് ഇതുപോലെ ഒന്ന് റാപ്പ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ എഗ് റോള്. ആദ്യത്തെ എഗ് റോള് റെഡിയായി. ഇതുപോലെ ഇനി നമുക്ക് ബാക്കിയുള്ള 2 എഗ് റോളും ഉണ്ടാക്കിയെടുക്കാം. ഇപ്പോൾ ഇത് 3 റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന റെസിപ്പിയാണിത്. കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റായിട്ടും ലഞ്ചായിട്ടും ഡിന്നറായിട്ടും വേണമെന്നുണ്ടെങ്കിലും കഴിക്കാം. നല്ല ടേസ്റ്റാണ്. അതുപോലെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാനും പറ്റും. ചപ്പാത്തി ഉണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ എഗ് റോളിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഉണ്ടാക്കി നോക്കുന്ന സമയത്ത് അഭിപ്രായം അറിയിക്കൂ. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടാനായിട്ട് സബ്സ്ക്രൈബ് ബട്ടൻ്റെ അടുത്തുള്ള ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തോളൂ. അപ്പോൾ ഇനി നല്ലൊരു റെസിപ്പിയായിട്ട് വീണ്ടും കാണാം. താങ്ക്